അനീഷല്ല. പ്രൊപ്പോസലൊക്കെ കഴിഞ്ഞ് കുറേ മണിക്കൂറുകൾക്ക് ശേഷം അനുമോൾ അനീഷിൻ്റെ അടുത്ത് ചെന്ന് സംസാരിക്കുന്നുണ്ട്. അനീഷേട്ടാ, മൈജി കോർണറിൻ്റെ അവിടം വരെ ഒന്ന് വരുമോ, എനിക്കൊന്ന് കുറച്ച് പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, എനിക്കൊന്നും സംസാരിക്കാനില്ല, അതുകൊണ്ട് ഞാൻ വരത്തില്ല എന്ന് അനീഷ് പറയുന്നു. പക്ഷേ അനുമോൾ വീണ്ടും കുറേ അധികം കാര്യങ്ങളൊക്കെ പറഞ്ഞ് എനിക്ക് സംസാരിക്കാനുണ്ട്, ഒന്ന് വരുമോ, മൈജി വരെ വരുമോ, ചേട്ടൻ സംസാരിക്കാനില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ പറയുന്നൊന്ന് കേട്ടോണ്ടിരിക്കാമോ എന്നൊക്കെ ചോദിക്കുന്നു. പക്ഷേ അനീഷ് എന്ത് ചെയ്ത് സമ്മതിക്കുന്നില്ല. ഇല്ല, ഞാൻ വരില്ല, എന്തിനാണ് ഞാൻ വരുന്നത്, ഞാൻ വരത്തില്ല, എനിക്കൊന്നും സംസാരിക്കാനില്ല, ഞാൻ വരത്തില്ല എന്നാണ് അനീഷ് പറയുന്നത്. ഇതിലിപ്പോൾ അനീഷ് എന്തിനാണ് പിണങ്ങിയിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ പിള്ളേരെക്കാളും കഷ്ടമാണ്. ഇതൊക്കെ കുറച്ചുകൂടി മെച്യൂറായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യേണ്ടതാണ്. ഒന്നുമില്ലെങ്കിലും ഇത്രയും പ്രായമുള്ള ഒരാളല്ലേ. സത്യം പറഞ്ഞാൽ അനീഷിൻ്റെ മനസ്സിൽ ചിലപ്പോൾ ഇപ്പോൾ ഈ ഒരു കാര്യം പറയേണ്ടിയിരുന്നില്ല എന്ന് തന്നെ വിചാരിച്ചിരുന്നേക്കാം. പക്ഷേ അനീഷ് ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഇതിങ്ങനെ മിണ്ടാതിരിക്കുന്നതിൽ നല്ലത്, എന്തായാലും പ്രശ്നം ഇത്രയായി, ഇനി ചെന്ന് ഒന്ന് സംസാരിച്ച് ഇതൊന്ന് നോർമലാക്കുക വിടുകയാണെങ്കിൽ പ്രശ്നം വഷളാകാതെ ഇരിക്കും. അതല്ലെങ്കിൽ അനീഷിന് തന്നെ ഇത് വളരെ മോശമായിട്ട് തന്നെ വന്നു ഭവിക്കുന്നതായിരിക്കും. ഇപ്പോൾ അതുതന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ബിഗ് ബോസിൻ്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.